പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമ എന്ന് കേൾക്കുമ്പോൾ പല ആളുകളും വിചാരിച്ചുകൊണ്ടിരുന്നത് ഏതോ ഒരു ബി ഗ്രേഡ് സിനിമ എന്നായിരുന്നു. കാരണം 90കളുടെ തുടക്കത്തിൽ മലയാളത്തിൽ ബി ഗ്രേഡ് സിനിമകൾക്കും ബി ഗ്രേഡ് നടിമാർക്കും ഭയങ്കര മാർക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയേക്കാൾ കൂടുതൽ കളക്ഷൻ ആ ബി ഗ്രേഡ് സിനിമകൾക്ക് കിട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയിക്കാനില്ല. പല തമിഴ് തെലുഗു സിനിമകളിലും മലയാള സിനിമ എന്നാൽ ബി ഗ്രേഡ് സിനിമകളാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മലയാളികൾ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെട്ട ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ സകല ഇൻഡസ്ട്രികളും മലയാള സിനിമയെ വാഴ്ത്തിപ്പാടാനുള്ള കാരണം മലയാള സിനിമയുടെ പുതുമയുള്ള കണ്ടന്റുകൾ കൊണ്ട് മാത്രമാണ്. കഥയിലും അഭിനയത്തിലും ടെക്നിക്കൽ സൈഡിലും മാർക്കറ്റിംഗിലും അങ്ങനെ എല്ലാ മേഖലയിലും മലയാള സിനിമ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി മലയാള സിനിമ നഷ്ടത്തിലാണ്. മലയാള സിനിമ തകരുന്നു, ഇടിയുന്നു, പൊളിയുന്നു. അതുകൊണ്ടും ജൂൺ മാസം മുതൽ മലയാള സിനിമ പൂർണ്ണമായി നിർത്തിവെക്കുമെന്ന് സിനിമയിലെ പല പ്രമുഖ നിർമ്മാതാക്കളടക്കം പലരും തുറന്നു പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ വർഷം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ കണ്ട വർഷമാണ്. ഒരു വർഷത്തിൽ 600 കോടി സിനിമകൾ, 10% കാഴ്ചക്കാരിൽ വർധന, ബുക്കിംഗ് സൈറ്റുകളിൽ ഇതുവരെ കാണാത്ത തിരക്കുകൾ, പാൻ ഇന്ത്യൻ ലെവലിൽ മലയാള സിനിമയുടെ വളർച്ച, ഇതിനെല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാവരും സാക്ഷിയായതാണ്. എന്നാൽ ഇവിടുത്തെ നിർമ്മാതാക്കൾ തെളിവ് നിരത്തി പറയുന്നത് കഴിഞ്ഞ വർഷം 700 കോടിയുടെ നഷ്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായി എന്നാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ ആര് പറയുന്നതാണ് ശരി? ശരിക്കും മലയാള സിനിമ നഷ്ടത്തിലാണോ? ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, അതും തെളിവുകൾ നിരത്തിക്കൊണ്ട്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. സീറോ ബജറ്റിൽ നമ്മളൊരു ചെറിയ ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുക. ഷോർട്ട് ഫിലിം കാണുമ്പോൾ നമ്മളത് സീറോ ബജറ്റിലാണ് എടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം പ്രത്യേകം പരിഗണിക്കുക. സിനിമ എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ഭാഗമാണ്. നമ്മുടെ പല സന്തോഷങ്ങളിലും സിനിമ കടന്നു വരാറുണ്ട്. എന്നാൽ എല്ലാവരും നഷ്ടത്തിലാണെന്ന് പറയുന്ന മലയാള സിനിമ നഷ്ടത്തിലല്ല, പകരം ലാഭത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? ഇങ്ങനെ പറയാൻ എന്റെ കയ്യിൽ ചില ശക്തമായ തെളിവുകളുണ്ട്. അതായത് കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം 199 സിനിമകൾ പുറത്തിറങ്ങി. അതിൽ 26 സിനിമകൾ മാത്രമാണ് ലാഭം ഉണ്ടാക്കിയത്. ഈ 26 സിനിമകളിൽ 5 എണ്ണം പഴയ സിനിമകൾ റീ റിലീസ് ചെയ്തതാണ്. അങ്ങനെ വെറും 21 പുതിയ സിനിമകൾ മാത്രമാണ് കഴിഞ്ഞ വർഷം ലാഭമുണ്ടാക്കിയത്. അതായത് 199 സിനിമകളിൽ 173 സിനിമകൾ വിജയിച്ചില്ല. അങ്ങനെ ആകെ മൊത്തം 700 കോടിയോളം രൂപയുടെ നഷ്ടം മലയാള സിനിമയ്ക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായി. എന്നാൽ ഇത്രയൊക്കെ നഷ്ടം ഉണ്ടായിട്ടും മലയാള സിനിമ താഴോട്ട് പോവുകയല്ല, പകരം മുന്നോട്ട് തന്നെ പോവുകയാണ് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട, സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് മലയാള സിനിമയുടെ മാത്രം പ്രശ്നമല്ല, ഈ ലോകത്തുള്ള എല്ലാ സിനിമ ഇൻഡസ്ട്രികളും ഇങ്ങനെ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ ഇൻഡസ്ട്രിയായ ഹോളിവുഡിൽ ഒരു വർഷം 600 മുതൽ 700 വരെ സിനിമകൾ റിലീസ് ആകുന്നുണ്ട്. അതിൽ 60% സിനിമകളും ഫ്ലോപ്പാണ്. ബാക്കി 40% സിനിമകൾ മാത്രമേ ഹോളിവുഡിൽ വിജയിക്കുന്നുള്ളൂ. കൊറിയൻ സിനിമകളിലാണെങ്കിൽ 56% നിന്നും ഇപ്പോൾ 48% അവരുടെ മാർക്കറ്റ് ഷെയർ ഇടിഞ്ഞുപോയി. ഇനി നമ്മുടെ ബോളിവുഡിലാണെങ്കിൽ ഓരോ വർഷവും 30 to 40% സിനിമകളും വിജയിക്കുന്നില്ല. കഴിഞ്ഞ വർഷം തമിഴ് സിനിമയിൽ 3000 കോടി മുതൽ മുടക്കിൽ 241 സിനിമകൾ റിലീസായി. അതിൽ വെറും 7% സിനിമകൾ മാത്രമാണ് വിജയിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ ബജറ്റ് ഇട്ട് സിനിമകൾ ഇറക്കുന്ന തെലുഗു സിനിമകളും 6% നഷ്ടത്തിലാണ് പോകുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ലോകത്തുള്ള ഒരു സിനിമാ വ്യവസായവും ഒരിക്കലും ലാഭത്തിലല്ല പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം വരും, ലാഭം കുറവുള്ള ഈ ഒരു സിനിമാ ഇൻഡസ്ട്രിയിൽ പിന്നെ എന്തിനാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന്. അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഒരാൾക്ക് എങ്ങനെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ കഴിയും? വേണമെങ്കിൽ ലോട്ടറി അടിക്കാം. പക്ഷെ ഇതൊന്നും എല്ലാവരുടെയും കാര്യത്തിൽ പോസിബിൾ അല്ല. എന്നാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വലിയ റിട്ടേൺ കിട്ടാനാണ് പല ആളുകളും ശ്രമിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ്, IT, ബാങ്ക്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സ്പോർട്സ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ കിട്ടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. എന്നാൽ നമ്മുടെ കയ്യിലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് സിനിമ ഇൻഡസ്ട്രി. സിനിമ ഇൻഡസ്ട്രി പോലെ ഏറ്റവും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പൈസ ഇരട്ടിക്കിരട്ടി ലാഭമായി തിരിച്ചെടുക്കാവുന്ന മറ്റ് മേഖലകൾ വളരെ കുറവാണ്. ഇത് കണ്ടിട്ടാണ് ഒട്ടുമിക്ക ആളുകളും സിനിമാ നിർമ്മാണത്തിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, പൈസ ഉണ്ടാക്കാമെന്ന് കരുതി പല ആളുകളും സിനിമ എന്താണെന്നോ മാർക്കറ്റ് എന്താണെന്നോ പോലും കൃത്യമായി പഠിക്കാതെയും അറിയാതെയും സിനിമയിൽ പൈസ നിക്ഷേപിച്ച് ഒരുപാട് കൂറ പടങ്ങൾ എടുക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലയാളത്തിൽ തന്നെ ഓരോ വർഷവും സ്കൂൾ വിട്ട പോലെ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതിൽ നല്ല കഥയോ നല്ല അഭിനേതാക്കളോ ടെക്നിക്കൽ ക്വാളിറ്റി ഒന്നും കാണില്ല. എന്നിട്ട് ഈ വക പടങ്ങളെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അവസാനം എല്ലാവരും പ്രേക്ഷകരെ കുറ്റം പറഞ്ഞുകൊണ്ട് വരും. നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഇല്ലാത്ത റിസ്ക് എടുത്തിട്ട് സിനിമ ചെയ്ത് അവസാനം ജീവിതം കളഞ്ഞ ഒരുപാട് നിർമ്മാതാക്കളുണ്ട്. സിനിമ എന്താണെന്ന് പോലും അറിയാത്ത ആളുകളെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം 10,000 രൂപ പോലും കളക്ഷൻ കിട്ടാതെ തിയേറ്ററിൽ നിന്നും വാഷൌട്ടായി പോയ സിനിമകളും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം 600 അല്ല 1000 കോടി വരെ മലയാള സിനിമയിൽ നഷ്ടമുണ്ടായാലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ സിനിമ ഇൻഡസ്ട്രിയുടെ വിജയ ശതമാനം 30% താഴെയാണെന്ന് ഇവന്മാരൊക്കെ ഏത് കാലത്ത് മനസ്സിലാക്കാനാണ്?
ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത ഫ്ലോപ്പുകൾ മാത്രം തരുന്ന ഒരു നായക നടനെ വെച്ച് 10ഉം 12ഉം 20ഉം സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവിനെ എന്ത് പറയണം? ഇവരൊക്കെ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി മലയാള സിനിമ നഷ്ടത്തിലാണ്, മലയാള സിനിമ തകരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പത്രസമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടിയത്. നിർമ്മാതാക്കളുടെ സംഘടനയെ റെപ്രസെന്റ് ചെയ്ത് ജി സുരേഷ് കുമാർ പറഞ്ഞ ഒരു ആശയമാണ് മലയാള സിനിമ നഷ്ടത്തിലാണ്, തകരുന്നു, പൂട്ടുന്നു, ഇടിഞ്ഞുകുത്തി വീഴുന്നു എന്നൊക്കെ. എന്നാൽ ഇദ്ദേഹം പറഞ്ഞ കണക്കുകളെല്ലാം ശരിയാണോ എന്ന് നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. 2022 മലയാള സിനിമയുടെ സക്സസ് റേഷ്യോ 9% 2023 ആയപ്പോഴേക്കും അത് 7% കുറഞ്ഞു. എന്നാൽ 2024 മലയാള സിനിമയുടെ വിജയ ശതമാനം 13.6%, അതായത് 6% വർദ്ധിച്ചു. ഇനി മലയാള സിനിമയുടെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ഷെയർ എടുത്തു നോക്കുമ്പോൾ 2023 വരെ 5% മാത്രമായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം അത് 10% ഉയർന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി മലയാള സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കയറിയവരുടെ എണ്ണം 2023 6.7 കോടി ജനങ്ങളായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം 12.6 കോടി ജനങ്ങളായി അത് കൂടി. ചുരുക്കി പറഞ്ഞാൽ തിയേറ്ററിലേക്ക് മലയാള സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ വർഷമാണ് 1000 കോടി ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ ഉണ്ടായത്. 2016 ഒരു 100 കോടി പടം വന്നെങ്കിൽ കഴിഞ്ഞ വർഷം 600 കോടി പടമാണ് മലയാളത്തിൽ സംഭവിച്ചത്. അതുമാത്രമല്ല 2023 വരെ ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് മലയാള സിനിമയുടെ സംഭാവന വെറും 5% മാത്രമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അത് 3 മടങ്ങ് വർദ്ധിച്ച് 15% കൂടി. അതോടൊപ്പം മലയാളത്തിൽ നിന്നും ഡബ് ചെയ്ത് പുറത്തേക്ക് പോയ സിനിമകളെല്ലാം ഗംഭീര വിജയം തന്നെയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ മലയാള സിനിമ കാണാത്ത വലിയ മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ വർഷത്തിൽ സംഭവിച്ചത്. അപ്പോൾ പിന്നെ മലയാള സിനിമ നഷ്ടത്തിലാണ്, മലയാള സിനിമ അടച്ചു പോട്ടണമെന്നൊക്കെ പറയുന്നവരെ മടല് വെട്ടി അടിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ചവറ് പോലെ കുറെ കൂതറ സിനിമകൾ ഇറക്കി പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്ന നിർമ്മാതാക്കൾ തന്നെയാണ് നിലവിൽ മലയാള സിനിമയ്ക്കൊരു ബാധ്യത. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇവരാരും ഓഡിയൻസിന്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്നില്ല എന്നതാണ്. ശരിയാണ്, നമ്മൾ 100% ലിറ്ററസിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ എല്ലാ സിനിമകളും നമ്മൾ കാണുന്നുണ്ട്. ഈ മാറുന്ന പ്രേക്ഷകരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇവിടെ ആരും സിനിമ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല. മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമായ 80കളുടെയും 90കളുടെയും സമയത്ത് ഒരുപാട് ബി ഗ്രേഡ് സിനിമകൾക്കും ബി ഗ്രേഡ് നടിമാർക്കും കേരളത്തിൽ വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളെ കടത്തിവെട്ടി ആ സിനിമകൾ അന്ന് കളക്ഷൻ നേടിയിരുന്നു. പിന്നീട് 2000 മുതൽ 2010 വരെ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശോകാവസ്ഥയായിരുന്നു. ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറെ ചവറ് പടങ്ങൾ ഇറങ്ങി മലയാള സിനിമയുടെ മാർക്കറ്റ് തന്നെ അന്ന് ഇടിഞ്ഞു പോയിരുന്നു. ആ സമയത്ത് പ്രേക്ഷകർ സിനിമ തന്നെ കാണുന്നത് നിർത്തുകയും പല സിനിമാ തിയേറ്ററുകളും പൊളിച്ച് അവിടെ ഓഡിറ്റോറിയം വരെ പണിത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് വടക്കൻ സെൽഫി പോലുള്ള സിനിമകളാണ് ആ സമയത്ത് അത്യാവശ്യം തിയേറ്ററുകളിൽ ഓടിയത്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, കഴിഞ്ഞ വർഷത്തെ സിനിമകളെല്ലാം വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അവർ ഇറക്കിയത്. 2023 ഓഡിയൻസ് പെർസ്പെക്റ്റീവ് ഇൻഡെക്സിൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണറുകളെ കുറിച്ച് ഒരു സർവേ നടത്തിയിരുന്നു. അതിൽ 34% ആളുകൾ അഡ്വഞ്ചറും 19% ആക്ഷനും 12% കോമഡിയുമാണ് തിരഞ്ഞെടുത്തത്. ഈ ഒരു ഓഡിയൻസ് പെർസ്പെക്റ്റീവ് മനസ്സിലാക്കിയിട്ടാണ് 2024 അഡ്വഞ്ചർ സിനിമയായ മഞ്ഞുമൽ ബോയ്സും ആക്ഷൻ സിനിമയായ മാർക്കോയും കോമഡി സിനിമയായ പ്രേമലുമെല്ലാം കൃത്യസമയത്ത് തിയേറ്ററുകളിൽ ഇറക്കിയത്. അതുമാത്രമല്ല കഴിഞ്ഞ വർഷം ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ സിനിമയുടെ ആക്ഷൻ ജോണറിലെ ബോക്സ് ഓഫീസിലേക്ക് 19% സംഭാവന ചെയ്യാൻ മലയാള സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. എന്നാൽ ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു സംഗതിയാണ്, പല ആളുകളും ഇന്ന് മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് ഏറ്റവും ചെറിയ ബജറ്റിൽ ഏറ്റവും ചെറിയ സമയം കൊണ്ട് നല്ല സിനിമകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന്. മറ്റുള്ള വ്യക്തികൾ മലയാള സിനിമയെക്കുറിച്ച് പറയുന്നത് കേട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ സ്വയം പുളകം കൊള്ളുന്നവരാണെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്ന മറ്റൊരു സത്യമാണ്, ഇതൊക്കെ മലയാള സിനിമയിൽ പട്ടിപ്പണി ചെയ്യിപ്പിച്ചുണ്ടാക്കുന്നതാണെന്ന്. കാരണം മറ്റ് ഇൻഡസ്ട്രികളിൽ കൃത്യമായൊരു ടൈം സ്കെഡ്യൂൾ ഉണ്ട്. ഉദാഹരണത്തിന് അവിടെയൊക്കെ 9 to 6 വരെയാണെങ്കിൽ ഇവിടെ 9 to രാത്രി 12 മണി വരെയാണ് പണിയെടുക്കുന്നത്. പണിയെടുത്തു കഴിഞ്ഞാൽ പല ആളുകൾക്കും കൃത്യമായ കൂലിയോ എക്സ്ട്രാ ബാറ്റയോ പോലും കിട്ടുന്നില്ല. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും ടെക്നീഷ്യന്മാർക്കും കിട്ടേണ്ട അടിസ്ഥാന റെമ്യൂണറേഷൻ പോലും കൃത്യമായി ഇവിടെ ആരും കൊടുക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരുപാട് സംവിധായകന്മാരും മറ്റ് ടെക്നീഷ്യന്മാരും എഴുത്തുകാരും പല ഇന്റർവ്യൂകളിൽ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കി ചെറിയ ബജറ്റിൽ ചെറിയ സമയം കൊണ്ട് വലിയ സിനിമകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും സിനിമാ വ്യവസായത്തെ ആശ്രയിച്ച് 10,000 ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടുത്തെ ചാനലുകളും മീഡിയക്കാരും പ്രൊമോഷൻ ടീമും ഉൾപ്പെടെ ഒരുപാട് പേരുടെ അന്നമാണ് സിനിമ. എന്താണ് സിനിമ ഇൻഡസ്ട്രി എന്ന് വ്യക്തമായി പഠിക്കാതെ സിനിമയെടുത്ത് നഷ്ടമുണ്ടാക്കുന്ന ആളുകൾ ഉള്ളപ്പോഴും മലയാള സിനിമ എല്ലാ മേഖലയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരസ്പരം കുറ്റം പറയാതെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇനിയും ഇവിടെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.